വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ പ്ലാന്റ് അനാട്ടമി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പം അസേർഷൻ എന്താണ് കൊടുത്തിരിക്കുന്നത്? പ്രോട്ടോസൈലം ഈസ് ഓൾവേസ് എൻടാർച്ച് ഇൻ സ്റ്റെം. വളരെ ബേസിക് ആയിട്ടുള്ളതാണ്. ദെൻ റീസൺ നോക്കിക്കേ, ഡിഫറൻഷിയേഷൻ ഓഫ് സൈലം പ്രൊസീഡ്സ് ഫ്രം സെന്റർ ടു പെരിഫറി ഇൻ സ്റ്റെം, ദാറ്റ് ഈസ് സെൻട്രിഫ്യൂഗൽ ആണ്. ഇവിടെ ഇ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ അസേർഷനും റീസണും കറക്റ്റ് ആണോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ ഇ ഉണ്ട്. ഓക്കെ, അപ്പൊ സെൻട്രിഫ്യൂഗൽ ആണ്. അപ്പൊ നോക്കിയേ, അപ്പൊ എന്താണ് എൻഡാർച്ച്, എക്സാർച്ച് അല്ലെങ്കിൽ പ്രോട്ടോസൈലം, മെറ്റാസൈലം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ എന്താണ് എൻഡാർച്ച്? നമുക്കറിയാം സ്റ്റെമ്മിലുള്ള കണ്ടീഷൻ തന്നെയാണ് എൻഡാർച്ച്, റൂട്ടിലുള്ള കണ്ടീഷൻ ആണ് എന്ത്, എക്സാർച്ച് എന്ന് പറയുന്നത്. സോ എന്താണ് എക്സാർച്ചും എൻഡാർച്ചും തമ്മിലുള്ള വ്യത്യാസം? പ്രോട്ടോസൈലത്തിന്റെ പൊസിഷനിങ് ബേസ് ചെയ്തിട്ടാണ് അല്ലെ. പ്രോട്ടോസൈലം ടുവാർഡ്സ് ദ സെന്റർ ആണെങ്കിൽ, പ്രോട്ടോസൈലം ടുവാർഡ്സ് ദ സെന്റർ ആണെങ്കിൽ അല്ലെങ്കിൽ പിത്തിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് പ്രോട്ടോസൈലം ഉള്ളതെങ്കിൽ അതിനെയാണ് എൻഡാർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും അല്ലെ കണ്ടീഷൻ. അപ്പൊ ഇതാണ് പിത്ത് റീജൻ എങ്കിൽ ഇത് പുറത്തോട്ടാണ്, ഈ വലുതാണ് മെറ്റാസൈലം, ദെൻ ആദ്യം ഉണ്ടായിട്ടുള്ള സൈലമാണ് പ്രോട്ടോസൈലം, ആദ്യം ഉണ്ടാകുന്നതാണ് പ്രോട്ടോസൈലം അല്ലെ. അപ്പൊ നേരെ തിരിച്ച് റൂട്ടിലാണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കുക? ആദ്യം പ്രോട്ടോസൈലം ടുവാർഡ്സ് ദ പെരിഫറി ആണ് അല്ലെ, ദെൻ മെറ്റാസൈലം ആണ് സെന്ററിലോട്ട് ഉണ്ടായിരിക്കുക. ഓക്കെ, ആ ഒരു കണ്ടീഷനെയാണ് എന്ത് പറയുന്നത്, എക്സാർച്ച് സൈലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ അസേർഷൻ ഇവിടെ കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ദെൻ രണ്ടാമത്തത് അവയുടെ ഡിഫറൻഷിയേഷൻ ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി പ്രോട്ടോസൈലം ഉണ്ടാകുന്നത് സെന്ററിലല്ലേ, ആ സെന്ററിൽ നിന്ന് പുറത്തോട്ടല്ലേ മെറ്റാസൈലം ഉണ്ടാകുന്നത് അല്ലെ. സെന്ററിൽ നിന്ന് പുറത്തോട്ട് എന്നതല്ലേ സെന്റർ ടു പെരിഫറി, ആ കണ്ടീഷനെ തന്നെയാണ് സെൻട്രിഫ്യൂഗൽ എന്ന് പറയുന്നത്. ഇത് നേരെ ഓപ്പോസിറ്റ് പെരിഫറി ടു സെൻട്രൽ ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സെൻട്രിപീറ്റൽ എന്ന് പറയുന്നത്. മാറിപ്പോകരുത്, സെൻട്രിഫ്യൂഗൽ ആൻഡ് സെൻട്രിപീറ്റൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്താണ് വരിക? അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. ഓക്കെ, പ്രോട്ടോസൈലം ടുവാർഡ്സ് ദ സെന്റർ ആയതുകൊണ്ടാണ് സെന്റർ ടു പെരിഫറി ഉള്ള ആ ഒരു ഡിഫറൻഷിയേഷൻ കാണുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോഡൽ അനാട്ടമി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോഡൽ ആൻഡ് ഫ്ലോറൽ അനാട്ടമി, വുഡ് അനാട്ടമി നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു നോഡൽ അനാട്ടമി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ലീഫ് ട്രേസ് കണക്ട്സ് ലീഫ് വിത്ത് സ്റ്റെം വാസ്കുലാർ സിസ്റ്റം. കറക്റ്റ് ആണ് അല്ലെ. ഇതാണ് മെയിൻ സ്റ്റെം എങ്കിൽ ആ മെയിൻ സ്റ്റെമ്മിലുള്ള വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടായിരിക്കും. വാസ്കുലാർ ബണ്ടിൽസിൽ ഈ ഒരു സ്റ്റെമ്മിൽ നിന്ന് ലീഫിലോട്ട് അല്ലെങ്കിൽ എന്താ ലീഫിൽ നിന്ന് സ്റ്റെമ്മിലോട്ട് അല്ലെങ്കിൽ സ്റ്റെമ്മിനെ ലീഫുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ ഉണ്ടാകുന്ന വാസ്കുലാർ ബണ്ടിൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീഫ് ട്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു വാസ്കുലാർ ബണ്ടിലാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഒരു വാസ്കുലാർ ബണ്ടിൽ എന്താണ്, ലീഫിനെ സ്റ്റെമ്മുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് അല്ലെ, ഒരു വാസ്കുലാർ സിസ്റ്റം ആണ്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്. രണ്ടാമത്തത് ലീഫ് ഗ്യാപ്പ് ആണ് അല്ലെ. അപ്പൊ ഇതാണ് ഒരു സ്റ്റെം എങ്കിൽ ഇവിടെ ഉണ്ടാകുന്നതാണ് ഈ ഒരു വാസ്കുലാർ ബണ്ടിലാണ് ഇപ്പൊ ലീഫ് ട്രേസ് എന്ന് വിചാരിക്കുക. അപ്പൊ ആ വാസ്കുലാർ ബണ്ടിലിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലീഫ് ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ലീഫ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താ, ട്രേസ് ഡിപ്പാർച്ചർ ചെയ്യുന്ന ആ ഒരു പോയിന്റിന്റെ മുകളിലുള്ള ഒരു പോയിന്റ് ആണ്, ഒരു ഗ്യാപ്പ് ആണ്. അപ്പൊ ആ ഒരു ഓപ്ഷനും ശരിയാണ്. നെക്സ്റ്റ്, മൾട്ടിലാക്കുനാർ നോഡ്സ് ഒക്കർ ഇൻ മോണോകോട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ മൾട്ടിലാക്കുനാർ നോഡ് മോണോകോട്ടിലും ചില ഡൈക്കോട്ടിലും കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ സപ്പോസ് ഇവിടെ കൊടുത്തേക്കുന്നത് ഓൾവേസ് അല്ലെങ്കിൽ ഓൺലി എന്ന്, ഓൾവേസ് അല്ല ഓൺലി ഒക്കർ ഇൻ മോണോകോട്ടി എന്നാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആകും. കാരണം മോണോകോട്ടിൽ മാത്രമല്ല, മെജോറിറ്റി കേസിൽ മോണോകോട്ടിലാണ് കാണുന്നത് എങ്കിലും ഡൈക്കോട്ടിൽ പ്രസന്റ് ആണ്. ഓക്കെ, ഓൺലി എന്നുള്ള ഒരു വേർഡ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ തെറ്റാണ്. പക്ഷെ ഓൺലി എന്നുള്ള വേർഡ് ഇല്ല, മോണോകോട്ടിൽ എന്താ മൾട്ടിലാക്കുനാർ നോഡ് കാണുന്നുണ്ട്, ഒക്കർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. then നോക്കിയേ, ഓൾ ഡൈക്കോട്സ് ആർ ട്രൈലാക്കുനാർ ആണോ? അല്ല, ട്രൈലാക്കുനാർ മാത്രമല്ല മൾട്ടിലാക്കുനാർ ആയിട്ടുള്ള കണ്ടീഷനും കാണുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു മൾട്ടിലാക്കുനാർ എന്ന് പറയല്? ട്രൈലാക്കുനാർ എന്ന് പറയുന്നത് 3 ലീഫ് ഗ്യാപ്പ് കാണുന്നതാണ്. അതിന്റെ കുറെ എന്താ ടൈപ്സും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ഉണ്ട്. അത് ഞാൻ എന്റെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇൻ കേസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി. അപ്പൊ 3 ലീഫ് ഗ്യാപ്പ് അല്ലെങ്കിൽ ലീഫ് ട്രേസസ് കാണുന്നുണ്ടെങ്കിൽ അതിനെയാണ് ട്രൈലാക്കുനാർ എന്ന് പറയുന്നത്. 3ൽ കൂടുതലാണെങ്കിൽ അതിനെയാണ് മൾട്ടിലാക്കുനാർ, ഒന്നാണെങ്കിൽ അതിനെയാണ് യൂണിലാക്കുനാർ. അങ്ങനെ പല കണ്ടീഷനിലും കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് വരിക? എ ആണ് അല്ലെ. 1ഉം 2ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം.
ഇതും ഒരു അസേർഷൻ റീസൺ ഈ നോഡൽ അനാട്ടമി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നോക്കിയേ, ട്രൈലാക്യുനാർ നോഡ്സ് ആർ ടിപ്പിക്കലി ഓഫ് മോസ്റ്റ് ഡൈക്കോട്ട്. ഓക്കെ, മോസ്റ്റ് ഡൈക്കോട്ടിലും എന്താ ട്രൈലാക്യുനാർ കണ്ടീഷൻ ആണ് കാണുന്നത്. അപ്പോൾ ആ ഒരു മോസ്റ്റ് ഡൈക്കോട്ട് എന്താ മെജോറിറ്റി ഡൈക്കോട്ടിലും ട്രൈലാക്യുനാർ കണ്ടീഷൻ ആണ് കാണുന്നത് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കില്ലേ? ശരിയാണ് അല്ലെ. നെക്സ്റ്റ് നോക്കിയേ, 3 leaf gaps are formed due to 3 leaf braces entering the stem. ഓക്കെ, എന്താണ് ട്രൈലാക്യുനാർ എന്നുള്ള ഒരു ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. 3 ലീഫ് ഗ്യാപ്പും അതായത് 3 ലീഫ് ട്രേസസ് ഉള്ളത് കൊണ്ട് 3 ലീഫ് ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് ട്രൈലാക്യുനാർ നോഡ് എന്ന് പറയുന്നത്. ആ ഒരു കണ്ടീഷനും ഇവിടെ കറക്റ്റ് ആണ്. അപ്പൊ ആൻസർ ഏതാണ് വരിക? അസേർഷനും റീസണും ട്രൂ ആണ്. റീസൺ എന്ന് പറയുന്നത് അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്ലോറൽ അനാട്ടമി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കാം, ഓരോ സ്റ്റേറ്റ്മെന്റിലും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഓരോന്ന് നോക്കിയാലോ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, വാസ്കുലാർ അനാട്ടമി ഹെൽപ്സ് ഇൻ ഫ്ലോറൽ ഇവല്യൂഷൻ സ്റ്റഡീസ് അല്ലേ. അതെ, ശരിയാണ്. ഫ്ലോറൽ ഇവല്യൂഷൻ നമ്മൾ വാസ്കുലാർ അനാട്ടമി ബേസ് ചെയ്തിട്ട് എന്താ പ്രിമിറ്റീവ് ആയിട്ടുള്ള വാസ്കുലാർ അനാട്ടമി ആണോ ഇല്ലയോ എന്ന് ബേസ് ചെയ്തിട്ട് ഫ്ലോറൽ ഇവല്യൂഷൻ സ്റ്റഡീസിന് നമുക്ക് സഹായിക്കും. അപ്പൊ ആ ഒരു ഓപ്ഷൻ ശരിയാണ്. രണ്ടാമത്തത്, പെറ്റൽസ് ലാക്ക് വാസ്കുലാർ ടിഷ്യൂ ആണോ? ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. പെറ്റൽസിൽ എന്ത് പ്രസന്റ് ആണ്? വാസ്കുലാർ ടിഷ്യൂസ് അല്ലെങ്കിൽ വാസ്കുലാർ ട്രേസസ് പ്രസന്റ് ആണ്. എത്ര എണ്ണാണ്? മോസ്റ്റ് കേസിലും ഒരു വാസ്കുലാർ ടിഷ്യൂസ് മാത്രമേ പെറ്റൽസിൽ പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ റോങ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ്, കാർപ്പൽസ് മേ ഹാവ് 3 വാസ്കുലാർ ട്രേസസ്. ശരിയല്ലേ? കാർപ്പൽസിൽ വാസ്കുലാർ ട്രേസസ് നമ്മൾ എന്താ പഠിച്ചവർക്ക് അറിയായിരിക്കും. വാസ്കുലാർ ട്രേസസ് ഏകദേശം 3 എണ്ണം തന്നെയാണ് ഉള്ളത്. അതിൽ ഏതൊക്കെയാണ്? ഒരു ഡോർസൽ, ഒരു മിഡ് റിബിൽ ഉള്ള ഒരു ഡോർസൽ ട്രീസും ഉണ്ടായിരിക്കും, ഒരു ഡോർസൽ ട്രീസും ഉണ്ടായിരിക്കും, 2 വെൻട്രൽ ട്രീസും കൂടി ചേർന്നിട്ടുള്ളതാണ് കാർപ്പൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കാർപ്പൽസിലുള്ള ഈ ഒരു ട്രീസ് വഴിയാണ് ഒവ്യൂൾസിലോട്ട് കണക്ട് ചെയ്യുന്നത്. ഒവ്യൂൾസിലേക്കുള്ള ആ ഒരു കണ്ടിന്യൂറ്റി കണക്ട് ചെയ്യുന്നത് ഈ ഒരു വാസ്കുലാർ ട്രേസസ് വഴിയാണ്. അപ്പൊ 3 ശരിയാണ്. Then 4, ഒവ്യൂൾസ് ആർ ഓൾവേസ് നോൺ വാസ്കുലാർ. ശരിയാണോ? ഒവ്യൂൾസിലും വാസ്കുലാർ ട്രേസസ് പ്രസന്റ് ആണ്. ഓക്കെ, ഒവ്യൂൾസിലും പ്രസന്റ് ആണ്. മോസ്റ്റ് സീഡഡ് പ്ലാന്റ്സിലും ഒവ്യൂൾസിൽ വാസ്കുലാർ സീഡ്സ് പ്രസന്റ് ആണ്. അതായത് ഈ ഒവ്യൂൾസിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ പ്ലാസന്റ അല്ലെ, പ്ലാസന്റ കാർപ്പലുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഒരു പ്ലാസന്റ കാർപ്പലുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. കാർപ്പലിൽ നിന്ന് പ്ലാസന്റയിലോട്ട് എത്തി ആ ഒരു എന്താ പ്ലാസന്റയിൽ നിന്ന് ആ ഒരു ഫ്യൂണിക്കുലസ് വഴി ആ ഒവ്യൂൾസിനേക്ക് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒവ്യൂളിലുള്ള വാസ്കുലർ അല്ലെങ്കിൽ വാസ്കുലറൈസ്ഡ് പാർട്ട് എന്താ ഇതിലും കാണുന്നുണ്ട്? ഒവ്യൂൾസിലും കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ ഏത് മാത്രമേ കറക്റ്റ് ആയിട്ട് വരുള്ളൂ? എ ആണ്. 1ഉം 3ഉം മാത്രമേ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ബാക്കി 2 റോങ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ, Then next, leaf trace ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. The leaf trace is vascular supply from the root. റൂട്ടിൽ നിന്നുള്ള vascular supply ആണോ leaf trace എന്ന് പറയുന്നത്? അല്ല. Vascular connection between leaf and stem ആണ് അല്ലേ. See നോക്കിയേ, breaks in vascular tissue. Vascular tissues ലുള്ള break ആണോ vascular trace? അല്ല. Secondary xylem അല്ല. അപ്പൊ ആൻസർ ഏതാണ് വരിക? ബി ആണ് അല്ലേ. സ്റ്റെമ്മിനെയും ലീഫിനെയും കണക്ട് ചെയ്യുന്ന ഒരു വാസ്കുലാർ കണക്ഷൻ ആണ് അല്ലെ, ഒരു വാസ്കുലാർ ബണ്ടിലാണ് ലീഫ് ട്രേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡറി ഗ്രോത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. വിച്ച് സ്ട്രക്ചർ ഈസ് റെസ്പോൺസിബിൾ ഫോർ സെക്കൻഡറി ഗ്രോത്ത് ഇൻ ഡൈക്കോട്ട് റൂട്ട്? ഡൈക്കോട്ട് റൂട്ടിലാണ് ചോദിച്ചിരിക്കുന്നത്. ഡൈക്കോട്ട് റൂട്ടിൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നുണ്ട്. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ഏതാണ്? കൊടുത്തേക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. വാസ്കുലാർ ക്യാമ്പിയം എന്ന് പറയുമ്പോൾ അവയാണ് സെക്കൻഡറി ഗ്രോത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ കൂടെ ആരും ഉണ്ട്? പെരിസൈക്കിളും കൂടി ഉണ്ട് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, പെരിസൈക്കിൾ ആൻഡ് വാസ്കുലാർ ബണ്ടിലാണ് ഡൈക്കോട്ട് റൂട്ടിലെ സെക്കൻഡറി ഗ്രോത്തിന് കാരണമാകുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അതായത് അനോമല സെക്കൻഡറി ഗ്രോത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതില് ഡ്രസീന, ബൊഗെയ്ൻവില്ല, ബൊറാവിയ, ക്രിയാന്തർസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നും പഠിച്ചവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാകും. ഇത് ഞാൻ എന്റെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇൻ കേസ് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും, വളരെ ഷോർട്ട് ആയിട്ട്. അപ്പൊ ഒന്നാമത്തത് ഡ്രസീനി ആണല്ലേ. അപ്പൊ ഒന്നാമത് നമ്മൾ പഠിക്കേണ്ടത് ഡ്രസീനി എന്താണ്? ഒരു മോണോകോട്ട് ആണ്. ഓക്കെ, അപ്പൊ ഡ്രസീനിയുടെ അനോമലി എത്രയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ എന്താ ഇപ്പോ ടൈം ഇല്ല. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഒരു ക്ലാസ് എടുക്കാം. ഡ്രസീന എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സെക്കൻഡറി
തിക്കനിങ് മെരിസ്റ്റം ആണ് അല്ലേ. അതായത് ഒരു മോണോകോട്ടിൽ എന്താ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു വാസ്കുലാർ ക്യാമ്പിയം ഉണ്ടായിരിക്കില്ല ഡൈക്കോട്ടിൽ ഉള്ളത് പോലെ. അപ്പൊ അതിന് പകരമായിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെക്കൻഡറി തിക്കനിങ് മെരിസ്റ്റം ആണ് ഡ്രസീനയിൽ പ്രസന്റ് ആയിട്ടുള്ളത്. കോർട്ടക്സിലാണ് ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിൽ നിന്നാണ് ആ ഒരു എൻറ്റയർ വാസ്കുലാർ ബണ്ടിൽസ് എന്താ സെന്ററിലോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ടാണ് ആ ഒരു സ്റ്റെമ്മിന്റെ തിക്കനിങ് കൂട്ടുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. ദെൻ രണ്ടാമത്തതാണ് ബൊഗെയിൻ വില്ല. ഇപ്പൊ ഈ ഒരു ബൊഗെയിൻ വില്ലയും അക്കിരാന്തസും ഏകദേശം എന്താ സെയിം ആണ് കേട്ടോ. അവയുടെ അനോമലി എന്ന് പറയുന്നത് അവിടെ ഫ്ലോയം ട്രാപ്ഡ് ആയിട്ടുള്ള ഫ്ലോയം ആണ്. രണ്ട് കേസിലും ട്രാപ്ഡ് ആയിട്ടുള്ള ഫ്ലോയം ആണ്. അപ്പൊ ആ ഒരു ട്രാപ്ഡ് ഫ്ലോയം എന്നുള്ള മീനിങ് വരുന്ന രണ്ട് ടേം ഇവിടെ ഉണ്ട് അല്ലെ. ഒന്ന് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫ്ലോയും ഉണ്ട്, ഇന്റർസൈലറി ഫ്ലോയും ഉണ്ട്. അപ്പൊ രണ്ടും ഇന്റർചേഞ്ചബിൾ ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ്. അപ്പൊ ബൊഗെയിൻ വില്ലയായിട്ട് കറക്റ്റ് ആപ്റ്റ് ആവുന്നത് ഇന്റർസൈലറി ഫ്ലോയം ആണ് കേട്ടോ. ഇന്റർസൈലറി ഫ്ലോയം ആണ് ബൊഗെയിൻ വില്ലയായിട്ട് ഇൻക്ലൂഡഡ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ. അപ്പൊ ഇവിടെ അക്കിരാന്തസ് ആകുമ്പോഴാണ് അവിടെ ഇൻക്ലൂഡഡ് ഫ്ലോയം കുറച്ചും കൂടി മോസ്റ്റ് ആക്റ്റബിൾ ആവുന്നത്. ദെൻ ബൊറാവിയ ബാക്കിയുള്ളത് ഏതാണ്? സക്സസീവ് ക്യാമ്പിയാണ്. അതായത് കുറെ റിംഗ് ഓഫ് ക്യാമ്പിയം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലെന്താ ചില ക്യാമ്പിയം ആദ്യം ഉണ്ടാകുന്ന ക്യാമ്പിയം എന്ന് പറയുന്നത് എന്താ ഇനാക്റ്റീവ് ആകുന്നു. ദെൻ ഫെർദർ പിന്നെയും ക്യാമ്പിയം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെയാണ് ഗർത്ത് കൂടുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു സെക്കൻഡറി ഗ്രോത്തിന്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് അപ്പൊ ആൻസർ ഏതാണ്? A2 ആണ്, B4 ആണ്, C3 ആണ്, D1 ആണ് വരിക. ഓക്കെ. നെക്സ്റ്റ് ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. പെരിസൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പെരിസൈക്കിൾ ഗിവ്സ് റൈസ് ടു ലാറ്ററൽ റൂട്ട്. ഓക്കെ. പെരിസൈക്കിൾ ലാറ്ററൽ റൂട്ടിന് എന്താ ഡെവലപ്മെന്റിന് സഹായിക്കുന്നു. ദെൻ പെരിസൈക്കിൾ സെൽസ് റീറ്റെയിൻ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ഓക്കെ. അപ്പൊ ആ രണ്ട് അസേർഷനും റീസണും ശരിയാണോ? പഠിച്ചവർക്ക് അറിയായിരിക്കും. ശരിയാണല്ലേ. പെരിസൈക്കിൾ എന്ന് പറയുന്നത് ലാറ്ററൽ റൂട്ട് എന്താ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തേക്കുന്നത് ഡൈക്കോട്ട് റൂട്ടുമായിട്ട് അല്ലെങ്കിൽ റൂട്ടുമായിട്ട്, ഡൈക്കോട്ട് എന്നല്ല റൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേം ആണ്. അപ്പൊ റൂട്ടിൽ ലാറ്ററൽ റൂട്ട്സിന്റെ ഡെവലപ്മെന്റ്, പെരിസൈക്കിൾ ആ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എൻഡോജീനസ് ഡെവലപ്മെന്റ് എന്നാണ് കേട്ടോ നമ്മൾ പറയാ. ഒരു റൂട്ട് പെരിസൈക്കിളിൽ നിന്ന് റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ. പെരിസൈക്കിളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു എൻഡോജീനസ് ആയിട്ടുള്ള ഒറിജിൻ ആണ്. ആക്ച്വലി ഈ ഒരു പെരിസൈക്കിൾ സെൽസിന് റാപ്പിഡ് ആയിട്ട് പെരിക്ലൈനൽ ആൻഡ് ആന്റിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ട് ഒരു പ്രൈമോഡിയം ഉണ്ടാകും. അത് ആക്ച്വലി കോർട്ടക്സിലോട്ടും എപ്പിഡെർമിസിലോട്ടും എന്താ പുഷ് ചെയ്തിട്ടാണ് ആ ഒരു റൂട്ടിന്റെ എമർജൻസി എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ പെരിസൈക്കിൾ സെൽ റീറ്റെയിൻ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. അപ്പം ഈ ഒരു ഡൈക്കോട്ട് റൂട്ടിന്റെ കേസിൽ ഈ ഒരു പെരിസൈക്കിളിന് ഡുവൽ ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് ഈ ലാറ്ററൽ റൂട്ടിന്റെ ഡെവലപ്മെന്റും രണ്ടാമത്തെ എന്താണ് സെക്കൻഡറി ഗ്രോത്ത് കോർക്ക് ക്യാമ്പിയത്തിന്റെ ഡെവലപ്മെന്റിനും ഈ ഒരു പെരിസൈക്കിളിൽ നിന്ന് എന്താ സഹായിക്കുന്നുണ്ട്. ഓക്കെ. ആ ഒരു ടേമും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഡുവൽ ഫംഗ്ഷനിങ് ആണ് ആ ഒരു സെക്കൻഡറി മെരിസ്റ്റം. ഓക്കെ. കോർക്ക് ക്യാമ്പിയവും ആൻഡ് ഒരു പോർഷൻ വാസ്കുലാർ ക്യാമ്പിയത്തിന്റെ ഒരു പോർഷൻ ഉണ്ട്. വാസ്കുലാർ ക്യാമ്പിയത്തിന്റെ ഒരു പോർഷനും കൂടി എന്താ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പെരിസൈക്കിൾ സഹായിക്കുന്നുണ്ട് എന്നും കൂടി പഠിച്ചു വെച്ചേക്കുക. ഓക്കെ. Next question, which structure replaces vascular cambium in monocot showing secondary growth? Actually, ഇത് anomalous secondary growth നെയാണ് ട്ടോ സൂചിപ്പിക്കുന്നത്. Okay, 1 minute. Okay, anomalous secondary growth ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുമാണ്. ആ ഒരു anomalous secondary growth കാണിക്കുന്ന ഒരു എക്സാമ്പിൾ ഏതായിരുന്നു? മോണോകോട്ടിൽ അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്ന എക്സാമ്പിൾ ആയിരുന്നു ഡ്രസീന എന്ന് പറയുന്നത്. ആ ഒരു ഡ്രസീനയുടെ ഒരു കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ വാസ്കുലാർ ക്യാമ്പിയത്തിന് പകരം ഉള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറി തിക്കനിങ് മെരിസ്റ്റം ആണ്. ഓക്കെ. ആ ഒരു വാസ്കുലാർ ക്യാമ്പിയത്തിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു സെക്കൻഡറി ഗ്രോത്തിന് സഹായിക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് സെക്കൻഡറി തിക്കനിങ് മെരിസ്റ്റം ആണ്. ഓക്കെ. The next, which of the following is incorrect? Incorrect ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ഡ്രസീന ഷോസ് സെക്കൻഡറി ഗ്രോത്ത് അല്ലെ. അതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Then ബോഗെയിൻവില്ല ഹാസ് ഇൻക്ലൂഡഡ് ഫ്ലോയം. ഇൻക്ലൂഡഡ് ഫ്ലോയം എന്നും പറയാം, നമുക്ക് എന്തും പറയാം, ഇന്റർസൈലറി ഫ്ലോയം എന്നും പറയാം. ഓക്കെ. ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ ഇന്റർസൈലറി ഫ്ലോയം എന്നും പറയാം. ഓക്കെ. നിങ്ങൾക്ക് തന്ന ഓപ്ഷൻ ബേസ് ചെയ്തിട്ട് വേണം ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിട്ട് ട്ടോ. Then next, Pinus shows anomalous growth. നിങ്ങൾ ആ ഒരു എന്താ പഠിച്ചിട്ടുണ്ടോ? പൈനസിന്റെ anomalous growth എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ. Then next, Boravia shows successive cambium. എയും ബിയും ഡിയും കറക്റ്റ് ആണ് അല്ലേ. അപ്പൊ ആൻസർ ഏതാണ് വരിക? സി ആണ് വരിക. ഓക്കെ. The next ക്വസ്റ്റ്യനിലോട്ട്. So next ചോദിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ ദ കറക്റ്റ്
കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, എൻഡോഡെർമിസ് ഈസ് ആബ്സെന്റ് ഇൻ ഡൈക്കോട്ട് സ്റ്റം. ആണോ? ഡൈക്കോട്ട് സ്റ്റമ്മില് എൻഡോഡെർമിസ് പ്രസന്റ് ആണ്. ഓക്കെ. രണ്ടാമത്തേത് ബണ്ടിൽ ഷീത്ത് ഈസ് പ്രോമിനന്റ് ഇൻ മോണോകോട്ട്. ശരിയല്ലേ? മോണോകോട്ടിലാണ് ബണ്ടിൽ ഷീത്ത് പ്രസന്റ് ആയിട്ടുള്ളത്. ഡൈക്കോട്ടിൽ നമ്മൾ ബണ്ടിൽ ക്യാപ്പ് പ്രസന്റ് ആണെന്ന് പറയും. ഓക്കെ. then ഹൈപ്പോഡെർമിസ് ഇൻ ഡൈക്കോട്ട് സ്റ്റം ആണ് ചോദിച്ചേക്കുന്നത്. ഈസ് കോളൻ കൈമാറ്റസ്. ശരിയല്ലേ? ഹൈപ്പോഡെർമിസ് കോളൻ കൈമാറ്റസ് ആയിട്ടുള്ള ഹൈപ്പോഡെർമിസ് ആണ് ഡൈക്കോട്ട് സ്റ്റമ്മില്. മോണോകോട്ട് റൂട്ട് ഹാവ് പിത്ത് അല്ലെ? മോണോകോട്ടില് ലാർജ് പിത്ത് പ്രസന്റ് ആണ്. ഓക്കെ. മോണോകോട്ടില് ലാർജ് പിത്ത് പ്രസന്റ് ആണ്. ഓക്കെ. അപ്പൊ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം 4ഉം കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. മാച്ച് ദ ഫോളോയിങ് ആണ്. അനാട്ടമിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഓരോന്നും നോക്കാം. നമ്മൾ ടൈലോസസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ടൈലോസസ്. അപ്പൊ ഒന്നാമത്തെ നോക്കിയേ, ടൈലോസസ് ആണല്ലേ. നമ്മൾ ടൈലോസസ് ഏത് സ്ട്രക്ചറിലാണ് ടൈലോസസ് പഠിച്ചിട്ടുള്ളത്? വെസലിന്റെ സൈലം വെസൽസിന്റെ സ്ട്രക്ചറിലാണ് അല്ലെ? സൈലം വെസൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ടൈലോസസ് എന്ന് പറയുന്നത്. സൈലം വെസൽസിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള ഒരു ബലൂൺ ലൈക്ക് പ്രൊജക്ഷൻ ആണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുക. ആ ഒരു ബലൂൺ ലൈക്ക് ഔട്ട് ഗ്രോത്ത് നെയ്ബറിംഗ് പാരൻകൈമ സെൽസ് ആണ് ആ ഒരു സൈലം വെസൽസിന്റെ ലൂമനിലോട്ട്. അപ്പൊ അതിന്റെ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ലിസ്റ്റ് 2ൽ കൊടുത്തേക്കുന്നത്. ഫംഗ്ഷൻ എന്താണ്? മെയിൻ ആയിട്ട് വെസൽസിലുള്ള ബ്ലോക്കേജ് ആണ് അല്ലെ? വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ ബ്ലോക്കേജ് പ്രിവെന്റ് ചെയ്യും. എന്നിട്ട് എന്ത് തടയാണ്? ഫംഗസിന്റെ അല്ലെങ്കിൽ പാത്തോജൻസിന്റെ എൻട്രി തടയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോറി, പാത്തോജൻസിന്റെ എൻട്രി തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആൻസർ ഏതാണ് വരിക? രണ്ടാമത്തേതാണ് അല്ലെ? ടൈലോസിസ് എന്ന് പറയുന്നത് വെസൽ ബ്ലോക്കേജ് ആണ്. ഓക്കെ, വെസൽ ബ്ലോക്കേജ് ആണ്. രണ്ടാമത്തേതാണ് വെസൽ ബ്ലോക്കേജ്. then ഫെല്ലോജൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സെക്കൻഡറി ഗ്രോത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഫെല്ലം, ഫെല്ലോജൻ, ഫെല്ലോഡേം ആ ഒരു ഓർഡറിലാണ് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഒരു ഫെല്ലം, ഫെല്ലോജൻ, ഫെല്ലോഡേമില് ഫെല്ലോജന്റെ ഫംഗ്ഷൻ എന്താണ്? ഫെല്ലോജൻ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ആയിട്ട് ഫെല്ലം ഉണ്ടാക്കും. ഫെല്ലം എന്ന് പറയുന്നത് എന്താണ്? ഫെല്ലം ഉണ്ടാക്കും. കോർക്ക് അല്ലെ? ഫെല്ലം എന്ന് പറയുന്നത് കോർക്ക് ഉണ്ടാക്കും. താഴോട്ടായിട്ട് ഒരു സെക്കൻഡറി സൈലം അല്ലെങ്കിൽ സെക്കൻഡറി കോർട്ടെക്സ് അല്ലെങ്കിൽ ഫെല്ലോഡേം ഉണ്ടാക്കും. അതിൽ ഈ ഫെല്ലോജെന്നിന്റെ മറ്റൊരു പേരെന്തായിരുന്നു? കോർക്ക് കാമ്പിയം ആണ് അല്ലെ? അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് വരിക? കോർക്കിന്റെ ഫോർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. then ഇന്റർഫെസിക്കുലാർ കാമ്പിയം എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറി ഗ്രോത്ത് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് അല്ലെ? ഈ ഒരു ഫ്ലോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ട്രക്ചർ ആണ് കമ്പാനിയൻ സെൽ എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ ഏതാണ് വരിക? A2 ആണ് വരിക, B3, C1, D4 ആണ് വരിക. ഓക്കെ. നെക്സ്റ്റ്, anomalous growth involving multiple vascular ring is due to. ഓക്കെ, ഈ ഒരു മൾട്ടിപ്പിൾ വാസ്കുലാർ റിംഗ് കാണുന്നത് ഏതിലായിരുന്നു? ബൊറാവിയയിലായിരുന്നു അല്ലെ? ബൊറാവിയയിലായിരുന്നു നമ്മൾ ഈ ഒരു വാസ്കുലാർ റിംഗ് മൾട്ടിപ്പിൾ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പം അത് മെയിൻ ആയിട്ട് എന്തിന്റെ ആക്ടിവിറ്റി കൊണ്ടാണ്? സിംഗിൾ കാമ്പിയൽ ആക്ടിവിറ്റി ആണോ, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഫോർമേഷൻ ഓഫ് കാമ്പിയം ആണോ, എപ്പിക്കൽ ഡോമിനൻസ് ആണോ, എൻഡോഡെർമൽ ആക്ടിവിറ്റി ആണോ? ഏതാണ് വരിക? റിപ്പീറ്റഡ് ഫോർമേഷൻ ഓഫ് കാമ്പിയം ആണ് അല്ലെ? അതായത് കാമ്പിയം ഡെവലപ്പ് ചെയ്യുന്നു, ഇനാക്റ്റീവ് ആകുന്നു, then പിന്നെയും ഡെവലപ്പ് ചെയ്യുന്നു, ആ ഒരു പ്രോസസ് ആണ് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ആണ്. ഓക്കെ, ഹാർഡ്വുഡ് ഈസ് ഫിസിയോളജിക്കലി ഇനാക്റ്റീവ് അല്ലെ? ഹാർഡ്വുഡ് എന്ന് പറയുന്നത് ഡെഡ് സെൽസ് ആണ്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ? കറക്റ്റ് ആണ് അല്ലെ? കറക്റ്റ് ആണ്. then സാപ്വുഡ് കണ്ടക്ട് വാട്ടർ. സാപ്വുഡ് എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ കണ്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. then ഹാർഡ്വുഡിലാണ് കൂടുതൽ ടൈലോസസ് അല്ലെ? വലിയ സൈലം വെസൽസ് ഉള്ളത് ഹാർഡ്വുഡിലാണ് കൂടുതൽ സൈലോസസ് ഉള്ളത്. സാപ്വുഡ് എന്ന് പറയുന്നത് ഡാർക്കർ ആണ്. സാപ്വുഡ് എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റർ ആണ്. ഡാർക്കർ ആയിട്ടുള്ളത് ആരാണ്? ഹാർഡ്വുഡ് ആണ്. അപ്പൊ 1ഉം 2ഉം 3ഉം ആണ് ആൻസർ വരിക. അപ്പൊ ഇത്രയാണ് പ്ലാന്റ് അനാട്ടമി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഫർദർ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്യാം. ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.